നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ വിഷവിത്തുകൾ വാരി വിതറുന്ന ചില ആൾക്കാരെക്കുറിച്ച് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെക്കാൾ അപകടകാരിയായ ഒരാളിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹം ഒരു BJPയുടെയോ അതോ സംഘപരിവാറിൻ്റെയോ പ്രസംഗത്തിന് അദ്ദേഹം പോയിരുന്നു. അവിടെ വിളമ്പിയത് പച്ച വർഗീയ വിഷമാണ്. അതായത് പച്ചയായി വർഗീയ വിഷം വിളമ്പുന്ന ഒരു മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. എന്തെന്നാൽ എല്ലാ TV ചാനലിലും അദ്ദേഹം ചർച്ചയ്ക്ക് വരും. അത് ക്രിസ്തുമത വിശ്വാസത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സഭയിൽ എന്തെങ്കിലും നടന്നാൽ ഇദ്ദേഹം ഈ ചർച്ചകളിൽ പങ്കെടുത്ത് ഈ ക്രിസ്തുമത വിശ്വാസികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ മതത്തിന് വേണ്ടി വളരെ ശക്തിയുക്തം എതിർത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കെനഡി കരിമ്പിൻകാല. ഇപ്പോൾ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും ഒപ്പം ചേർന്ന് ഇദ്ദേഹവും പബ്ലിക്കായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം ചീറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ വർഗീയ വിഷം തുപ്പുന്നതിന് വേണ്ടി, ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വേദികൾ പങ്കിടുന്നു. മുമ്പ് TV ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമായിരുന്നു. അവതാരകരുടെ ചില വാക്കുകൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ അദ്ദേഹം ബുദ്ധിമുട്ടുന്നതായിട്ട് പലപ്പോഴും മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബിനോടൊപ്പം ബെല്ലൈക്കൻ അമർത്തണം. കമൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കെനഡി കരിമ്പിൻകാലയാണ്. കെനഡി കരിമ്പിൻകാല ഇപ്പോൾ അടുത്ത സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രസംഗത്തിന് പോയി. BJPയുടെയോ സംഘപരിവാറിൻ്റെയോ, കാരണം അദ്ദേഹം ഒരു ഷോൾ ഇട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞത് 2047 ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുകയാണ്. എൻ്റെ കെനഡി, നിങ്ങൾ എന്ത് വിഡ്ഢിത്തനമാണ് പറയുന്നത്? നിങ്ങൾ ചർച്ച ചെയ്യുന്നത് വോട്ട് ബാങ്കിന് ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ്. കാരണം 500-600 വർഷം മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിട്ട് ഒരു തരത്തിലും അവർ ഒരു മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു തരത്തിലും അവർ മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിച്ചിട്ടില്ല. അന്ന് ശ്രമിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇതൊരു മുസ്ലിം രാജ്യമായി മാറിയേനെ. എന്തെന്നാൽ ഇന്നീ കാണുന്ന സമ്പന്നതയോ അല്ലെങ്കിൽ ധൈര്യമോ തൻ്റെ ഇടമോ അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് 500-600 വർഷം മുസ്ലിം ഭരണാധികാരികൾ, ബാബറൊക്കെ ഒരുപാട് വർഷം ഭരിച്ചിട്ടുണ്ട്. ഔറംഗസേബിൻ്റെ അവസാന സമയമാണ് ഇതെല്ലാം അവസാനിക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നു. ബ്രിട്ടീഷുകാർ വന്ന് ഔറംഗസേബിനെ അവനെ എല്ലാത്തിനെയും ഈ നാട് കടത്തുകയും കൊലവിളിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രാജ്യത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുഷ്ടന്മാർ ആരാണ്? ബ്രിട്ടീഷുകാരല്ലേ. അപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരനും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും ജൂതനും ചേർന്നാൽ സർവ്വ ആൾക്കാരെയും ചവിട്ടി താഴ്ത്തും. പിന്നെ ഇതിൻ്റെ ഇടയിൽ, പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ, ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ്. അത് താങ്കൾക്ക് സംശയമുണ്ടോ? ഞങ്ങൾക്കാർക്കും സംശയമില്ല. കാരണം അദ്ദേഹം ഒരു തൻ്റെ ഇടമുള്ള മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കെനഡി കരിമ്പിൻകാല പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ടേ? അത് കേൾക്കാം. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തികളെയും എഴുതി വെച്ചോളൂ. ഞാൻ പറയുന്നു, പെഹൽഗാമിലെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കും. 2047 ഇന്ത്യയെ അവരുടെ കാലിഫേറ്റാക്കി മാറ്റാനുള്ള, അവരുടെ മാത്രം രാജ്യമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ചവിട്ടിക്കുട്ടി കടലിൽ താത്തിക്കൊണ്ട് ശാരിയ നിയമം ഈ മഹാഭാരതത്തിന്റെ ഇദ്ദേഹം പറയുന്നത് എത്രയോ വർഗീയമാണ്. ഇത്ര പരസ്യമായി ഈ മനുഷ്യൻ ഇത്ര പരസ്യമായി ഒരു വേദിയിൽ ഇത്ര വർഗീയത വിളമ്പുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കാൻ നമ്മുടെ നാട്ടിൽ നിയമപാലകരില്ലേ? അദ്ദേഹം പറയുന്നത് 2047 ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു. ശരീഅത്തല്ല എൻ്റെ കെനഡി, ശരീഅത്ത്. പിന്നെ
പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ ആണൊരുത്തനാണ് ഭരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ആണൊരുത്തൻ തന്നെയാണ്. താങ്കളുടെ മാത്രം പ്രധാനമന്ത്രി അല്ല അദ്ദേഹം. ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അല്ലാതെ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഈ ഇന്ത്യ വെട്ടിമുറിച്ചപ്പോൾ എല്ലാവരും പാകിസ്ഥാനിലോട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള ഈ ഹിന്ദുക്കളെല്ലാം അപ്പം പാകിസ്ഥാൻ ആൻഡ് മുസ്ലിം ഹിന്ദു ആണ്, അങ്ങനെയാണ്? ഹിന്ദു ആൻഡ് മുസ്ലിം പാകിസ്ഥാനിയാണ്, അങ്ങനെയാണോ പറയുന്നത്? ആണോ? അതോ പാകിസ്ഥാൻ എന്ന് പറയുമോ? മതാടിസ്ഥാനത്തിൽ അവരന്ന് രാജ്യം കേട്ടെങ്കിൽ അവർ കൊടുത്തവർ പറഞ്ഞു വെച്ച്. പെഹൽഗാമിൽ ഒരു പ്രശ്നം നടന്നു. അത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന ഒരു വിഷയമേ അല്ല. ലോകരാജ്യങ്ങൾ പോലും അതിനെ അപലപിച്ചു. മുസ്ലിം രാജ്യങ്ങൾ പോലും അതിന് സപ്പോർട്ടല്ല. ഒരേ കാരണവശാലും താങ്കൾ ഈ പറയുന്ന വെറും വർഗീയമായ താങ്കളുടെ, അതായത് ഈ 2026 നിയമസഭാ ഇലക്ഷനെ ലക്ഷ്യമിട്ട് താങ്കളെ കുടുക്കി വച്ചിരിക്കുകയാണ്. പിന്നെ പറഞ്ഞെന്താ ചാക്കോച്ചന? അതോ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, അദ്ദേഹത്തിനാണ് ഇദ്ദേഹം ചാക്കോച്ച എന്ന് വിളിച്ചത്. നല്ല കാര്യം, മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന ഇത്തരം വിഡ്ഢിത്തനങ്ങൾ വിളിച്ചു പറഞ്ഞ് 2026 ഈ മറ്റുള്ളവർക്ക് വീണ്ടും ഒരാളിനെ ജയിപ്പിച്ചു വിട്ട ക്ഷീണം മാറാതെ നിൽക്കുന്ന കേരളം വീണ്ടും പിടിച്ചെടുക്കാൻ, അതായത് വീണ്ടും എന്നല്ല, കേരളത്തിൽ കുറെ കൂടെ സീറ്റ് പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ താങ്കൾക്ക് ഒരു സീറ്റ് തരാം എന്ന് അവർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറ്റു രണ്ടുപേരുടെ കാര്യം തട്ടും പുറത്താണ്. അത് നടന്ന് ഇല്ലെങ്കിൽ ഇല്ല. അതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം വന്ന് നിന്ന് പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്നത്. നിങ്ങളെപ്പോലുള്ളവരാണ് മനുഷ്യ ഈ നാടിൻ്റെ ശാപം. അതായത് ക്രിസ്തു രണ്ടാമതൊരിക്കൽ ജനിച്ചാൽ ആദ്യം തല്ലുന്നത് നിങ്ങളെപ്പോലുള്ളവരായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ അതായത് ചർച്ചിനുള്ളിൽ ബിസിനസ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ക്രിസ്തു ഉള്ളിൽ കടന്നു വന്ന് അവിടെ ഇരുന്ന ചാട്ടയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അടിച്ച് പുറത്തിറക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ആലയമാണ്, നിങ്ങളുടെ ബിസിനസ് കേന്ദ്രമല്ല. അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ക്രിസ്തു ഇനി ഒരു അവതാരം എടുക്കേണ്ടതായിട്ട് വന്നാൽ ആദ്യം തല്ലുന്നത് നിങ്ങളെപ്പോലുള്ളവരായിരിക്കും. അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയണ്ടേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞാനും പറഞ്ഞു എന്തെങ്കിലും തെറ്റുണ്ടാവും, ക്ഷമിക്കുക. പക്ഷേ എൻ്റെ അറിവും പ്രകാരമാണെങ്കിൽ, എൻ്റെ അറിവ്, നിങ്ങളുടെ അല്ല, എൻ്റെ അറിവ് ആണെങ്കിൽ ഇത് ക്രിസ്തു അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥനയാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ ക്രിസ്തുമത വിശ്വാസികളും പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യജീവിയെ ഇതേപോലെ വിഷം ചീറ്റുകയോ കൂടെ സഹോദരങ്ങളെപ്പോലെ കൊണ്ടു നടക്കല്ലാതെ മറ്റേതെങ്കിലും മതസ്ഥരെ തള്ളിപ്പറയുകയോ അവർക്കെതിരെ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? മനുഷ്യന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി അദ്ദേഹം പിറവിയെടുത്തു. മനുഷ്യന്റെ തിന്മകൾക്ക് വേണ്ടി അദ്ദേഹം ഈ കുരിശിൽ തറയ്ക്കപ്പെട്ടു. അത് ജൂതനല്ലേ? ജൂതരല്ലേ അദ്ദേഹത്തിന് കുരിശിൽ തറച്ചത്? അദ്ദേഹം അവരിപ്പോൾ നിങ്ങളുടെ ചങ്ങാതിയാണ്, ഒറ്റ ചങ്ങാതി അല്ലേ? നിങ്ങൾ ഈ പറയുന്നത് മനുഷ്യനെ ഭിന്നിപ്പിച്ച് നിർത്തി നിങ്ങളുടെ കൂടെ നിർത്താനുള്ള ഒരു ലക്ഷ്യമാണ്, ഗൂഢതന്ത്രമാണ്. ഇതൊരു അജണ്ടയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ കുടുക്കി വെച്ചിരിക്കുക. കാരണം നിങ്ങൾക്കെല്ലാം അളവിൽ കവിഞ്ഞ് കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പിന്നിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും വരരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിലെല്ലാം പലയിടത്ത് നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലെല്ലാം നിങ്ങൾ എഴുതി വെച്ചിട്ടല്ലേ പ്രസംഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ വാക്കുകളല്ലല്ലോ, അത് നിങ്ങളുടെ ഇപ്പം ഞാൻ ഈ പറയുന്നത് ഓരോ വീഡിയോ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ വാക്കുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും, ചില പോരായ്മകളുണ്ടാവും. അതുപോലെ നിങ്ങൾ എഴുതി വച്ച് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പല മിസ്റ്റേക്കുകളും സംഭവിക്കുന്നു. പിന്നെ പറഞ്ഞത് എന്താ മറ്റേ കേന്ദ്രമന്ത്രിയെ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരുപാട് സംഘടനകളുണ്ടെന്ന്, പോഷക സംഘടനകൾ. അതിൽ ഒരു പോഷക സംഘടനയെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ കൂടി. ഒരു പള്ളിയിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ കമ്പിയും വടിയുമായിട്ട് കടന്നു ചെന്ന് അവിടെ ഇരിക്കുന്നവരെ ആക്രമിക്കുന്നു. താങ്കൾ പറഞ്ഞതെന്താ?
നല്ല ഹിന്ദുമത വിശ്വാസികളാണ്, എല്ലാവരും വിശ്വാസികൾ തന്നെ. അങ്ങനെ ഹിന്ദുമത വിശ്വാസികൾ ഇല്ലായിരുന്നു എങ്കിൽ, ഈ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ അത്രയും കടുത്ത വിശ്വാസികളായിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യാനി മുസ്ലിമോ ഉണ്ടാകുമോ? അപ്പോ നിങ്ങൾ ഈ പറയുന്നതെല്ലാം വെറും കാപട്യമാണ്. നിങ്ങൾ ഈ പറയുന്നതെല്ലാം വോട്ട് ബാങ്കിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മുസ്ലിം എന്ന ഒരു ചാനൽ ചർച്ചയിൽ ഏതോ ഒരു യൂട്യൂബറിന്റെ കാര്യം പറഞ്ഞു. അയാൾ ഇതുപോലെ തന്നെയാണ്, പച്ച വർഗീയതയാണ് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ. അയാളെ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുസ്ലിമിനെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഹമാസിനതു അത് ചെയ്തു, ഇത് ചെയ്തു, ഇസ്രായേൽ ഇപ്പൊ എല്ലാം പിടിച്ചടക്കും, എല്ലാം നശിപ്പിക്കും, സർവ്വതും. എന്തോ ചെയ്ത്? ഒന്നും ചെയ്തില്ല. ഇതെല്ലാം കാപട്യമാണ് അവർക്ക്. അല്ലെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, അവിടെ ഇരിക്കുന്ന ഇസ്രായേലി നെതന്യാഹുവിനെ അറിയില്ലേ ഹമാസ് എവിടെ ഇരിക്കണമെന്ന്? ഹമാസിനെ അറിയില്ലേ നെതന്യാഹു എവിടെയാണ് ഇരിക്കുന്നതെന്ന്? അവന്മാർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെടിവെച്ച് ചത്താ പോരെ? ഈ പാവങ്ങൾ എന്തിനു കൊല്ലുന്നു? ഈ പറഞ്ഞൊരു പൊടി കുഞ്ഞിനെ കഴുത്തർത്തുന്നു. ഈ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെഹൽഗാമിൽ നടന്നതിനെ കുറിച്ച് ലോകരാജ്യങ്ങൾ അപലപിക്കുന്ന സാഹചര്യം മുതലെടുത്താണ് താങ്കൾ ഈ വർഗീയ വിഷം ചീറ്റുന്നത്. അവിടെ ഉള്ള മുസ്ലിങ്ങൾ, കാശ്മീരികൾ, അവർ പറഞ്ഞ ചില വാക്കുകളുണ്ട്. നിങ്ങൾ ആരും ഭയപ്പെടരുത്, ഇത് ഞങ്ങൾക്കെതിരെയുള്ള പ്രവൃത്തിയാണ്, ഇത് ഞങ്ങൾക്കെതിരെ, കാരണം ഞങ്ങൾ ജീവിക്കരുത്, അതിനു വേണ്ടിയിട്ടുള്ള. അവിടെ ഈ ഇന്നത്തെ ന്യൂസിൽ കണ്ട ഒരു കാര്യമാണ്, ഈ തീവ്രവാദികൾ അവര് കൊണ്ടുവന്ന് ഉപയോഗിച്ച തോക്ക് അമേരിക്കൻ നിർമ്മിതമായ തോക്കാണ്. എൻ്റെ പൊന്ന് കെനഡി, അവർക്ക് എങ്ങനെ കിട്ടി അമേരിക്കൻ നിർമ്മിത തോക്ക്? ഈ തീവ്രവാദികൾക്ക് എങ്ങനെ കിട്ടി? അപ്പോ ഏത് മതത്തിലായാലും ശരി, ഏത് ജാതി ആയാലും ശരി, ഏത് മതത്തിലായാലും തീവ്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തീവ്രവാദിയാണ്. അത് രാഷ്ട്രീയമാവട്ടെ, ജാതി ആവട്ടെ, മതമാവട്ടെ, അതിൽ ഒരാളിൽ പെടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അല്ലെങ്കിൽ ഇത്രയും പച്ചയായ വർഗീയത ഈ ഒരു പബ്ലിക്കിൽ വന്ന് നിന്ന് ഇങ്ങനെ വിളിച്ച് പറയില്ല. അപ്പോ ഇദ്ദേഹം പറയുന്ന ചില ഈ വർഗീയ വിഷം വിളമ്പുന്ന, ഇത്രയും വൃത്തികെട്ട വർഗീയ വിഷം വിളമ്പുന്ന ഈ PC ജോർജും അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ മറ്റൊരാൾ രൂപം കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. കെനഡി കരിമ്പിൻ കാലല്ല, കരിമ്പിൻ കാലൻ. അല്ലാതെ ഇയാളൊന്നും ഇയാൾ വിചാരിച്ചാൽ, ഈ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ കേരളം കംപ്ലീറ്റ് മാറിമറിയോ? ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നവരൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ പറയാനുണ്ടായിരുന്നു. അതായത് ഈ പെഹൽഗാമിലെ വിഷയം തീർക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കും, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗമാണ്, അദ്ദേഹത്തിൻ്റെ ദൗത്യമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യം ഭരിക്കുന്ന വ്യക്തിക്ക് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു ചെറിയ, അത് വോട്ട് ചെയ്തോ ചെയ്തില്ലയോ, താൻ ഭരിക്കുന്ന രാജ്യത്തുള്ള സർവ്വവിധ ആൾക്കാർക്കും, മതം ഏതോ ആയിക്കൊണ്ടുപോട്ടെ, ജാതി ആയിക്കൊണ്ടുപോട്ടെ, എല്ലാവർക്കും അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. വോട്ട് ചെയ്തതും ചെയ്യാത്തതും അടുത്ത വിഷയം. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസം ഉണ്ടാവും, പാർട്ടി വിശ്വാസം ഉണ്ടാവും. പക്ഷേ എന്ന് കരുതി അവിടെയുള്ള ജനങ്ങളെ വേർതിരിച്ച് കാണാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ താങ്കൾ പറഞ്ഞ 2047 എന്ന് പറയുന്ന ഒരു വർഷത്തിന്റെ ആവശ്യമില്ല. 1857 1857 1840 45 50 ഈ രാജ്യം, ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുസ്ലിം രാജ്യമായേനെ. കാരണം അന്നെല്ലാം 1800 1700 600 500 ഒക്കെ ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം രാജാക്കന്മാരായിരുന്നു. ഇത് മനസ്സിലാക്കാതെ താങ്കൾ വന്നിരുന്ന ഈ വർഗീയ വിഷം വിളമ്പുന്നത് ശരിയാണ്? അപ്പൊ താങ്കളല്ലേ വർഗീയവാദി? താങ്കൾ തീർത്തും ഒരു വർഗീയവാദിയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ചില വർഗീയമായ കാര്യങ്ങൾ, ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ഈ വ്യക്തി, അദ്ദേഹം ആ സമുദായത്തിനെതിരെ തന്നെ ഒരു വീഡിയോ ചെയ്തു. നമസ്കാരം.
ഇന്ന് പതിവിന് വിപരീതമായിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അത് എല്ലാവർക്കും ബാധകമാണ്. എന്നിരുന്നാൽ പോലും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഇത് കേൾക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ അതങ്ങ് തെക്ക് നിന്ന് വടക്ക് വരെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും പല ദേവാലയങ്ങളിൽ ഞാൻ കാണുന്നതാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന ഇലക്ഷനുകൾ, അതായത് ക്രൈസ്തവ ദേവാലയങ്ങളിലെ മേലധികാരികളാകുന്ന ട്രസ്റ്റിയും സെക്രട്ടറിയും കൈക്കാരന്മാരും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും ഒക്കെ ആകാനായിട്ട് പല മനുഷ്യരും മുന്നിട്ട് ഇറങ്ങുമ്പോൾ ആ പ്രക്രിയയിൽ, ആ പ്രോസസ്സിൽ പലരും പലരെയും തോൽപ്പിക്കാനും ജയിക്കാനും പള്ളി പിടിച്ചെടുക്കാനും ഒരു ഗ്രൂപ്പ് പ്രത്യേകിച്ച് മറ്റൊരു ഗ്രൂപ്പിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിന് മറ്റേയാളെ അവഹേളിക്കുന്നതും ഉപയോഗിക്കേണ്ടാത്ത വാക്കുകളും കളിയാക്കലുകളും ഉപയോഗിക്കുകയും വാട്സപ്പിലൂടെ അതിന് ക്യാമ്പയിനിങ് നടത്തുകയും ഒക്കെ എൻ്റെ കണ്ണിന് മുമ്പിൽ കാണാൻ ഇടയായി. അത്തരം കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരാളല്ല ഞാൻ, പക്ഷേ എൻ്റെ കണ്ണിന് മുമ്പിൽ അത് കാണാൻ ഇടയായി. അതിലെനിക്ക് ഏറെ വേദനാജനകമായിട്ട് തോന്നിയത് വിശുദ്ധ കൂദാശകളിൽ ഒന്നായ കുംഭസാരത്തിനെ പോലും ലഘൂകരിച്ച്. എൻ്റെ പ്രേക്ഷകര്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇയാൾ പറയുന്ന ഈ വർഗീയ വിഷം എങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് കേൾക്കണം. കേട്ടിട്ട് തിരിച്ചു വരാം. അടക്കമുള്ള മുഴുവൻ ജിഹാദുകളുടെ ഒരു ഭാഗമായി തന്നെയാണ് ഈ വഖഫ് നീക്കവും നടക്കുന്നത്. നമ്മൾ കരുതും ഈ വഖഫ് അല്ലെങ്കിൽ മുസ്ലിമിന് ഈ പറയുന്ന ഒരു വിരോധമൊക്കെ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷം മാത്രമാണ് ഇത്രയും കടുത്ത. അല്ല, ഇവർ വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് വരികയായിരുന്നു. ഇത് ഇന്നൊന്നുമല്ല. ഭാരതത്തെ രണ്ടായി മുറിച്ചപ്പോൾ പോലും മുസ്ലിം ലീഗിന്റെ ആവശ്യം എന്തായിരുന്നു? ഞങ്ങൾക്ക് മതാടിസ്ഥാനത്തിലൊരു രാജ്യം വേണം. മുസ്ലിം എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുടെ ആകെയുള്ള ആവശ്യം അതായിരുന്നു. മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണം. അത് സംഭവിച്ചില്ലേ? ഭാരതത്തെ വെട്ടിമുറിച്ചു കൊടുത്തില്ലേ? അവിടെ തീരണ്ടേ? അതവിടെ തീരണം. തീർന്നോ? ഈ ആവശ്യക്കാർ മുഴുവൻ തലേന്നൊഴിഞ്ഞു പോയോ? ഭാരതത്തെ വെട്ടിമുറിച്ചു, മതാടിസ്ഥാനത്തിലൊരു രാജ്യവും നിലവിൽ വന്നു. അപ്പോഴും കുറെ എണ്ണം അപ്പോഴും ഇവിടുന്ന് പോവുകയല്ല. നമ്മളെ മുഴുവൻ വിഴുങ്ങാൻ വീണ്ടും അവർ ഇവിടെ തുടർന്നു. അതല്ലേ നാം ഇപ്പൊ മനസ്സിലാക്കണ്ടേ? അവരോരോ കാലഘട്ടങ്ങളിലും ഉയർത്തുന്ന സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. അതിന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? തൃത്താലയിൽ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഹമാസിന്റെയും ലോക തീവ്രവാദി നേതാക്കളുടെയും ഫോട്ടോ എഴുന്നള്ളിച്ചത് എന്തിനാണ്? ഈ കൊച്ചു കേരളത്തിൽ തൃത്താലയിൽ നടന്നൊരു പരിപാടിയിൽ ആനപ്പുറത്ത് ഈ ലോക തീവ്രവാദികളുടെ ഫോട്ടോ എഴുന്നള്ളിച്ചത് എന്തിനാണ്? ആ എഴുന്നള്ളിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എന്നെ കണ്ടിട്ടുണ്ടാവണം. ഞാൻ മാധ്യമങ്ങളിൽ ഡിബേറ്റിന് വരുന്നതാണ്. ഞാൻ മീഡിയ വൺ എന്ന് പറയുന്ന, ഞാൻ എടുത്തു പറയുകയാണ്, മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിലിരുന്ന് ഞാൻ ചോദിച്ചു, ഈ ആനപ്പുറത്ത് ഇവരെ എഴുന്നള്ളിച്ചത് എന്തിനാണ്? എനിക്ക് തന്ന മറുപടി എന്താണെന്നറിയാമോ? ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ ഹമാസിനെ. അതാണ് ഉത്തരം. അതിന്റെ 2 ദിവസം മുമ്പ് ഇസ്രയേലിന് കൊടുത്തത് ഒരു പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്തിട്ടാണ് ഹമാസ് തിരിച്ചു കൊടുത്തത്. അത്തരം തെമ്മാടി നേതാക്കന്മാരുടെ ഫോട്ടോ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം. നമ്മളെ ഭയപ്പെടുത്താൻ. ഭയം കൊണ്ട് നമ്മൾ വാ തുറക്കരുത്. ജോസഫ് സാറിന്റെ കൈവെട്ടിയ ഓർമ്മയുണ്ടല്ലോ കാലഘട്ടം. നാണം കൊണ്ട് തല കുനിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സമുദായത്തിലോ സമൂഹത്തിലോ ആരും തല പൊക്കി നിവർത്തി എതിർത്തില്ല. വാലുമടക്കി വെച്ച് ഓടി ഞങ്ങൾ. ഭയമായിരുന്നു, ഭയം. എന്നാൽ ഇന്ന് ഞാനും ചാക്കോച്ചനും, നിങ്ങളെല്ലാം ജോർജ് എന്ന് വിളിക്കുന്ന, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക, ചാക്കോച്ചൻ എന്നാണ് വിളിക്കുക. ഇന്ന് ഞങ്ങൾക്കെല്ലാം ആ ഭയം ഏറെക്കുറെ അകന്നു കഴിഞ്ഞു. അതും ഞാൻ മീഡിയ വൺ ചാനലിൽ ഇരുന്ന് തന്നെ പറഞ്ഞു.
ജോസഫ് സാറിന്റെ കൈവെട്ടിയ കാലഘട്ടമല്ല ഇത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. ബാക്കി വെക്കുക ഇവിടെ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നു, ഭാരതത്തിൽ എന്ത് നടക്കണമെന്ന് ഭാരത ശില്പികൾ ഉദ്ദേശിച്ചോ അത് മാത്രമേ ഇനി ഇന്ത്യയിൽ നടക്കൂ. ഇനി നിങ്ങളുടെ കാലിഫറ്റ് നിർമ്മാണവും ഇനി നിങ്ങളുടെ ഇസ്ലാമികവൽക്കരണവും മറന്നേക്ക്. നമ്മുടെ കെന്നഡി പറഞ്ഞ കാര്യം കേട്ടല്ലോ. ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ്. ഇനി തല പൊക്കിയാൽ നിങ്ങളുടെ തല ചവിട്ടി താഴ്ത്തും. ആദ്യത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും, അതായത് 3 തലമുറ അദ്ദേഹം ചവിട്ടി താഴ്ത്തും എന്നാണ് കെന്നഡി പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണെന്ന്, ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്ക് നല്ല വ്യക്തമായി മനസ്സിലാവും. ഇതൊരു അജണ്ടയാണ്. അതായത് ഈ 2026 അവർക്ക് കുറേ വോട്ട് കേരളത്തിൽ പിടിക്കണം. ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് മറ്റെന്തിനേക്കാളും ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന, വളരെ വേഗത്തിൽ വിറ്റുപോകുന്ന ഒരു സാധനമാണ് മുസ്ലിം എന്ന പേര്. അവർക്കെതിരെ എന്ത് പറഞ്ഞാലും ശരി, ഭയങ്കര സ്പീഡിൽ വിറ്റുപോകും. അത് പിന്നെ വസൂലാവുകയും ചെയ്യും. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഈ ഉദ്ദേശം മനസ്സിലിരുന്നാൽ മതി. കാരണം കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമാന്മാരാണ്. തന്നെ പോലെ വർഗീയ വിഷം വിളമ്പുന്ന വർഗീയവാദികളെ അവർ തിരിച്ചറിയും. വർഗീയത വിളമ്പുന്നത് ആരായാലും ശരി, ഏതു പാർട്ടിയിൽപ്പെട്ടവനായിരുന്നാലും ശരി, വർഗീയത വിളമ്പിയാൽ അവൻ കുണം പിടിക്കില്ല, അവനൊരിക്കലും വരില്ല. അതുകൊണ്ട് വർഗീയത വിളമ്പാതെ കേരള സമൂഹത്തിലുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ, ഷുവറില്ല, ഒരു പക്ഷേ കുറച്ച് വോട്ട് കിട്ടിയെന്നിരിക്കും. അല്ലാതെ പച്ച വർഗീയത പറഞ്ഞ് നിങ്ങൾ വോട്ട് നേടാം എന്ന് വിചാരിക്കേണ്ട. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധ ജനങ്ങളാണ്. ഞാനും താങ്കളും ഉൾപ്പെടെ ഉള്ള കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്ക് വകതിരിവുണ്ട്. ഈ വകതിരിവ് മുതലെടുത്ത് നിങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന് ശ്രമിക്കരുത്. 2026 നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന് ഇനിയും കുറേ കാലങ്ങളെടുക്കും ഒരു സംസ്ഥാനമൊക്കെ ഒറ്റയ്ക്ക് ഭരിക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ കെന്നഡിയുടെ ബാക്കിയുള്ള വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കെന്നഡി ഭയങ്കര പ്രാസംഗികനല്ലേ. അദ്ദേഹം പറയുന്ന ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന ബബ്ബ അടിക്കുന്ന പോലെയല്ല. ഇത് നല്ല ഭംഗിയായി എഴുതി കൊടുത്ത ഡയലോഗുകളാണ് അദ്ദേഹം അടിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതേ നമ്മൾ മനസ്സിലാക്കാം. ഗോത്രയിൽ എന്തുണ്ടായി, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ എന്തൊക്കെ ഒരു ശരിയായ രീതിയിൽ നടക്കുന്നു, അത് തലതിരിഞ്ഞ് നമ്മളിലേക്ക് എത്തും. എന്നെ സ്ഥിരമായി ചാനലിൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, RSSകാർ വടക്കേ ഇന്ത്യയിൽ നല്ല അടി അടിക്കുന്നുണ്ടല്ലോ, മതിയായോ? മീഡിയ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. അടിച്ച് തലപൊട്ടിക്കുന്നുണ്ടല്ലോ ഒരു അച്ഛൻ്റെ, മതിയായോ? ഞാൻ 1-2 വിഷയമായപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ ജോർജ് കുര്യനെ ഞാൻ വിളിച്ചു ചോദിച്ചു, കുര്യൻ്റെ ഇങ്ങനൊരു വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചാനലിൽ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു തിക്കുമുട്ടൽ വരുന്നുണ്ട്, മറുപടി കൊടുക്കാനൊരു ശീലം എനിക്കില്ല, തലകുടിച്ചെനിക്കും ഇരിക്കുന്നൊരു ശീലം ഒട്ടുമേ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ വാല് കടങ്ങി പോകുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, RSS എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ, ഈ സംഘപരിവാര കുടുംബത്തിൽ എത്രയോ 100 കണക്കിന് സംഘടനകളുണ്ട്. ഈ സംഘടനകളിൽ എത്ര സംഘടനകളുണ്ടെന്ന് ഒരു RSSകാരന് പോലും ഒരു പക്ഷം അറിയാൻ കഴിയില്ല. അത്രത്തോളം സംഘടനകളുണ്ട്. ഇതിനകത്ത് പെടാത്ത സംഘടനകളുമുണ്ട്. അവർ അറ്റത്ത് ഹനുമാൻ്റെ, അറ്റത്ത് വാലുകൊണ്ട് എന്തെങ്കിലും ഒരു ഹിന്ദു പേര് ചേർത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല. അവർ സംഘപരിവാർ സംഘടനകളുമല്ല. അവരാണ് ഏറെക്കുറെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. പക്ഷേ അവരുണ്ടാക്കുന്ന പ്രശ്നം ഡയറക്റ്റായി വന്നു പതിക്കുന്നത് കൊട്ടേഷൻ എടുത്തു വന്നിരിക്കുന്നതാണ്. പക്ഷെ അതാണ് സത്യം. പിന്നെ കുറെ ക്രിസ്ത്യാനികൾക്ക് തല്ലു പഠിക്കുന്നത് എനിക്ക് പറയാൻ ഒരു മടിയില്ല. വടക്കേ ഇന്ത്യയിൽ നല്ല ഒന്നാന്തര ഹിന്ദു തറവാടികൾ ചെന്നിച്ച് ഒന്നോളൂ കർത്താവിന്റെ വഴിയെ പോകുന്നോളൂ എന്ന് പറഞ്ഞാൽ അടി കിട്ടാതിരിക്കും. അവർ നല്ല ഒന്നാന്തരം വിശ്വാസികൾ, ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികൾക്കൊക്കെ ചെന്ന് എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങളാ പോടെ, എന്തിന് ഈ പണിക്കാനാ പോണേ? ആളെ കൂട്ടാൻ നിങ്ങളാണ് പറഞ്ഞത് ശമ്പളം കൊടുത്തിട്ട് പോകാൻ.
ക്രിസ്തു അങ്ങനെ ഈ ഓരോ വീടുകളിൽ ചെന്നിട്ട് കഴിച്ചു പിടിച്ചുകൊണ്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഗോതമ്പ് പൊടി കൊടുത്ത് ആക്കാനൊന്നും ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. എവിടെ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്? കിട്ടുന്ന മേടിച്ചോണം. ഇത് ഭാരതമാണ്. ഇവിടെ അവനവന്റെ വിശ്വാസമുണ്ട്, അവനവന്റെ സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്തൊന്നും മറ്റുള്ളവർ കൈയടക്കരുത്. കൈ ഇട്ട് അത് ബുദ്ധിമുട്ടാണ്. സമൂഹത്തിൽ അനാവശ്യ ഫ്രിക്ഷൻ ഉണ്ടാക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ തൃത്താലയിലെ സാധനം അവിടുന്ന് മുന്നോട്ട് വന്നു. കഴിഞ്ഞതിന് മുമ്പലത്തെ ആഴ്ച സോളിഡാരിറ്റിയുടെ പരിപാടിയിൽ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാക്കളെ കൂടി കുറച്ചുകൂടി തീവ്ര നിലപാടുള്ള അവരുടെ ഫോട്ടോ അവരെഴുന്നള്ളിച്ചു. ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇവരാരെങ്കിലും എഴുതോ? ബോംബെ ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രം നരേന്ദ്രമോദി എന്ന മിടുമിടുക്കന്റെ കഴിവുകൊണ്ട് ഇന്ത്യയിലെത്തിച്ചു. ഈ തഹാവൂറാണ് ഈ കേരളത്തിൽ കൊച്ചിയിൽ പലതവണ വന്നു. ആരെ കാണാൻ? ആരെങ്കിലും ചർച്ച ചെയ്തോ? തഹാവൂറാണ് ആരാണ്? നമ്മുടെ ചുറ്റും നടക്കുന്നത് നാം മനസ്സിലാക്കണം. ഇവിടെ മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യില്ല. മാധ്യമപ്രവർത്തകർ ഈ വിഷയം കണ്ടതായേ നടിക്കില്ല. അതിനെതിരെ ശബ്ദിക്കാൻ ചെല്ലുന്നവന്റെ വാ തുറപ്പിക്കില്ല. നമ്മൾ വാ തുറന്നു വരുമ്പോഴേ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്യും. അവൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വായിക്കേണ്ടി തരും. നമ്മളെ കൂടി ഇരുത്തിക്കൊണ്ട് ആ ചർച്ചയുടെ ആകത്തുകയായി അവർക്ക് വേണ്ടത് എന്താണോ അത് നമ്മുടെ ഒരു റിസൾട്ടായി പുറത്തേക്ക് തരും. അതിന്റെ ഒക്കെ ഭാഗമായി തന്നെയല്ലേ കുന്തിരിക്കവും മലരും ഒരു പയ്യനെ കൊണ്ട് വിളിപ്പിച്ചത്? എന്തായി ആ കേസ്? എവിടെയെങ്കിലും വെക്കും. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താണ് പഹൽഗാമിൽ നടന്നത്? ആരാണ് അത്തരം ധൈര്യം കൊടുത്തത്? ഇത്തരം ധൈര്യം എവിടുന്ന് കിട്ടി? അത് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു പ്രസംഗം അതിന് അകമ്പടിയായി ഞാൻ പറയും. നിങ്ങളെ ആർക്കാണ് ഭയം? നിങ്ങളെ ആർക്കാണ് ഭയം? SDPയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ പ്രസംഗമാണ്. നിങ്ങളെ ആർക്കാണ് ഭയം? ഇന്ത്യയിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുസ്ലിമിന്റെ അനുവാദം വാങ്ങാതെ ഈ ഭാരതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാലഘട്ടത്തിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. തെളിവുണ്ട്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നടപ്പുണ്ട് MK ഫൈസിയുടെ. ഇപ്പൊ അദ്ദേഹവും മാന്യമായി തിഹാർ ജയിലിൽ കിടപ്പുണ്ട്. ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് മറന്നുപോയി. കാലഘട്ടം മാറിയത് മറന്നുപോയി. വേണ്ട, പെഹൽഗാമിലൂടെ മറ്റൊരു ബുദ്ധിമോശം കൂടി ഇവർ കാണിച്ചു. ലോകത്ത് ഓൾറെഡി തന്നെ ക്രിസ്ത്യാനിയും ജൂതനും കൈകോർത്ത കാഴ്ച കണ്ടുവന്നാൽ കാണാം. പെഹൽഗാമിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യ എന്ന മഹാഭാരതം കൂടി അതിലേക്ക് കൈകോർക്കുകയാണ് ലോകശക്തികൾ. അമേരിക്കയും ജൂതന്റെയും കൂടി ഭാരതവും കൂടെ കൂടിയാൽ ബംഗറിൽ ഒഴിക്കാൻ പറ്റില്ല. ഇതില് ജനാകുമാരെ പുകയിട്ട് ചാടിക്കും പുറത്ത്. ലോകത്തിന് നിങ്ങളുടെ തീവ്രവാദം അവസാനിപ്പിക്കാതെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കെനഡി കരിമ്പിങ്കാല പറയുന്ന വാക്ക്, അതായത് ക്രിസ്ത്യാനിയും ജൂതനും കൈകോർത്തപ്പോൾ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ലോകം മുഴുവനും എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? താങ്കളെപ്പോലുള്ള ഈ വർഗീയ വിഷം വിളമ്പുന്നത് ലോകത്തുള്ളവർ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഇയാളെപ്പോലുള്ളവരെല്ലാം വളരെ 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 അപകടകാരികളാണ്. കാരണം ഇവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ, ഈ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ മനസ്സിൽ വിഷം നിറയ്ക്കുന്ന വിഷവിത്തുകളുമായി നടക്കുന്ന ടീമുകളാണ് ഇവരെ പോലുള്ളവർ. ഇവരാണ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ ശാപം. ഒരു കാരണവശാലും ക്രിസ്തു ഇതിന് അംഗീകാരം കൊടുക്കില്ല. ക്രിസ്തു ഇനി ഒരിക്കൽ ജനിച്ചാൽ ഇവരെ പോലുള്ളവരെ, അതായത് ഈ വർഗീയ വിഷം വിളമ്പുന്ന ഇവരെ പോലുള്ള ടീമുകളെ അദ്ദേഹം അടിച്ചോടിക്കും. അങ്ങനെ ഒരു നല്ല കാലം വരട്ടെ, നല്ല ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് നിങ്ങളെപ്പോലെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം. തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി,
നമസ്കാരം. ഇങ്ങനെയുള്ളവരെ നോക്കിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു ദേവാലയത്തിലേക്ക് കയറി ചെന്ന് അവിടെ നടന്ന ഓരോ കച്ചവടക്കാരെയും ചാട്ടയെടുത്ത് അടിച്ചോടിച്ച് പറഞ്ഞത്, ഇത് എൻ്റെ പിതാവിൻ്റെ ആലയമാകുന്നു, ഇതിനെ നിങ്ങളുടെ കച്ചവട ഇടമാക്കി മാറ്റരുത്. കൈ നീട്ടുന്ന മനുഷ്യരായി മാറാനുമാണ് ഈ പ്രാർത്ഥന യോഗങ്ങളും ദേവാലയങ്ങളും ഉണ്ടാവേണ്ടതും രൂപീകരിക്കപ്പെടേണ്ടതും. അതല്ല എന്നുണ്ടെങ്കിൽ അന്നെടുത്ത ചാട്ട ഇന്ന് ക്രിസ്തു വീണ്ടും എടുക്കുകയാണെങ്കിൽ, റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്രിസ്തു ഒരിക്കൽ കൂടി ഒന്ന് വരികയാണെങ്കിൽ ചാട്ട അടി കൊള്ളുന്നവരുടെ എണ്ണം കൂടാനുള്ള സാധ്യത നന്നേയുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളോ ഞാനോ പെടുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ആത്മവിശകലനം ചെയ്യേണ്ട സമയമാണ്.